ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വെണ്ടയ്ക്ക വെച്ച് നമുക്കൊരു ഫ്രൈ ആക്കിയാലോ. എപ്പോഴും നമുക്ക് നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാവണമെന്നില്ല. പിന്നെ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്കും ഇത് ബെസ്റ്റ് ഒരു ഫ്രൈ ആണ്. വെണ്ടയ്ക്ക വെച്ച് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു അരിപ്പ പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെ, ഇതേപോലെ. ഇനി ഇതിൽ നിന്ന് തുടച്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടവൽ വെച്ച് തുടച്ചിട്ട് ഇതിനി ഈ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നാലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത്രയും നീട്ടം വേണ്ടാന്നുള്ള ആൾക്കാർ ഒന്ന് നടുക്ക് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഇത്രയും വെണ്ടയ്ക്ക നമുക്ക് എത്ര ആവശ്യമുള്ളത് അത്ര നാലായിട്ട് ഒരു വെണ്ടയ്ക്ക ഇത്ര നീട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ഇത് നടുക്ക് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാ മസാലക്കൂട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇനി നമുക്ക് മസാല ഇടാൻ വേണ്ടി ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരല്പം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഇത് വീട്ടിൽ തന്നെ ഉള്ള മുളകായതുകൊണ്ട് ഇച്ചിരി എരിവുള്ളതാണ്. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ എരിവ് നിങ്ങളുടെ പാകം പോലെ. ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്. ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. കടലപ്പൊടി ഒരു 2 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കടലപ്പൊടി. ഇനി 1 ടീസ്പൂണ് അരിപ്പൊടി ഇടണം നമ്മൾ, ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി. ഇനി ആവശ്യത്തിന് ഉപ്പ് അല്പം ഇട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാമല്ലോ. ഇത്രയും സാധനങ്ങൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഇച്ചിരി ലൂസായിട്ട് ഒരു മസാല റെഡിയാക്കാവേ. അല്പം വെള്ളമൊക്കെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളമായി പോകരുത്, അന്നേരം മസാല ഈ വെണ്ടയ്ക്കകത്ത് പിടിക്കില്ല. ഈ ഒരു തിക്നെസ് മതി, എല്ലാവർക്കും അറിയാം. ഇതേപോലെ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നെല്ലാം യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ വെള്ളം കുറവ് പോലെ തോന്നിയാൽ വേണമെങ്കിൽ അല്പം ചേർക്കാം കേട്ടോ. നോക്കാം നമുക്ക്. ഇത് പാകമാണ്. ഇനി വെള്ളം ചേർത്താൽ മസാല ഒന്നും പിടിക്കില്ല. നമ്മൾ ഓയിലിനകത്തിടുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് പോകും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് ഞാനൊരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. ഉപ്പും മുളകും മഞ്ഞളെല്ലാം ഈ നമ്മൾ മസാല കൂട്ടിക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി 10 മിനിറ്റ് നമുക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടി വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 10 മിനിറ്റ് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം 10 മിനിറ്റ് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. മതി, ഒന്ന് എണ്ണ ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ അമ്മ മതിയേ. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം മസാല പുരട്ടി നല്ല പിടിച്ചിരിപ്പുണ്ട്. മതി. ഇനി ഇതൊന്ന് ഫ്രൈ ആകാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. ഞാൻ ഒത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല ആക്കുന്നത്, അതുകൊണ്ട് നമുക്കൊന്ന് തിരിച്ചുകൊണ്ടിട്ട് കൊടുക്കാം.
നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാമ്പാറോ എന്തെങ്കിലും ഒരു വെജ് കറിയുടെ കൂടെ ഇങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈയും കൂടി ചെയ്ത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓരോന്നായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പാകം ഫ്രൈ കറക്റ്റായിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. വാ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.